തൊട്ടടുത്ത ദിവസം ഓൺലൈനിൽ ഒരു പേഷ്യൻ്റ് വിളിച്ചിരുന്നു. 30 വയസ്സ് മാത്രമുള്ള യുവാവായിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം ED കുറിച്ചായിരുന്നു. EDയും അതുപോലെ തന്നെ പ്രീമച്വർ ഇജാക്കുലേഷനും. ഡോക്ടറെ, എനിക്ക് പണ്ടൊന്നും ഈ ഒരു പ്രശ്നം ഇന്നുവരെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് നല്ല പ്രയാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമയത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടാണ്, സമയക്കുറവും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് മോസ്റ്റ് കോമൺ ആയിരുന്നു. പേഷ്യൻ്റ് തന്നെ പറഞ്ഞു, ഡോക്ടറെ, പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട് സർക്കിളിൽ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും. ആ പേഷ്യൻസ് എന്താണ്? ആ പേഷ്യൻസ് പിന്നെ മറ്റു പല രാജ്യങ്ങളും വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ അവരുടെ രാജ്യങ്ങൾക്കനുസരിച്ച് ടൈം മാറുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വരാറുണ്ട്. തുടർച്ചയായിട്ട് നൈറ്റ് ഷിഫ്റ്റ് വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രയാസം കണ്ടുവന്നുള്ളത്. അപ്പം ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പുള്ളി വളരെ ഹാപ്പി ആവുകയും ചെയ്തു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രീമച്വർ ഇജാക്കുലേഷനും അതുപോലെ EDയുടെയും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും എങ്ങനെ നേരത്തെ തിരിച്ചറിയാം എന്നുള്ളത് പറയുന്നത്. ഞാൻ ഡോക്ടർ സയ്യിദ് മോഹ്സിൻ. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പരിശോധിക്കാം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം ഉണ്ടാവാത്ത അവസ്ഥ. ഉദാഹരണത്തിന് നമുക്ക് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ലിംഗം ഉദ്ധരിക്കാത്ത അവസ്ഥയാണ് നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുക. പ്രധാനമായിട്ട് ഇത് 3 ടൈപ്പാണുള്ളത്. സബ് ടൈപ്പായിട്ട് ഒരുപാട് വേറെ ഉണ്ട്. പ്രധാനമായിട്ടും പറയാറുള്ളത് 3 ടൈപ്പാണ്. ഒന്ന് ഫിസിയോളജിക്കൽ ED, അതായത് നമ്മുടെ ശാരീരിക ഘടനയായിട്ട് ബന്ധപ്പെട്ട, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പുവർ ബ്ലഡ് സർക്കുലേഷൻ കാരണം കൊണ്ട് വാസ്കുലർ ED. അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിൻ്റെ കാര്യങ്ങൾ, ചില നെർവ്സ് ഡാമേജ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. മൂന്നാമത്തേതുള്ള ഹോർമോണൽ ഇംബാലൻസ്. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ TSH, ഒരുപാട് കാര്യങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണത്. രണ്ടാമത്തെ ടൈപ്പാണ് ഫിസിയോളജിക്കൽ ED, അതായത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പറയും ബിഹേവിയർ ED, അതായത് പെർഫോം ആങ്സൈറ്റി, പിന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി, പിന്നെ മെഡിസിൻസ് കഴിക്കുന്ന ചില മെഡിസിൻസ്, ഡിപ്രഷനുള്ള മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. പ്രധാനമായിട്ടും അതാണ് സൈക്കോളജിക്കൽ ED. മൂന്നാമതാണ് മിക്സ്ഡ് ആണ്. ഇത് രണ്ടും മേൽപ്പറഞ്ഞ രണ്ടും കൂടെ ചില ആൾക്കാർക്ക് കണ്ടുവരാറുണ്ട്. ഇതാണ് EDയുടെ ടൈപ്പായിട്ട് നമ്മൾ പറയാറുള്ളത്. ഇത് മാത്രമല്ല, അത് ഒക്കേഷണൽ ED ഉണ്ട്, അതായത് ചില സമയങ്ങളിൽ ഉണ്ടാവുന്ന ED. അതൊന്നും നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഇനി എങ്ങനെയാണ് നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രധാനമായിട്ട് 3 സ്റ്റേജുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ബന്ധപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാവും. ചില സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ അത് വളരെ വളരെ ചുരുങ്ങിയ സെക്കൻഡുകളായിരിക്കും, പക്ഷെ അത് തിരിച്ചു വരും. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് പിന്നെ മോർണിംഗ് ഇറക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ചില സമയം നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഏതെങ്കിലും ഒരു സമയത്ത് വരും, പക്ഷെ അത് വളരെ പെട്ടെന്ന്, ചില സെക്കൻഡുകൾ കൊണ്ടായിരിക്കും, ചില മിനിറ്റ്സ് ഉണ്ടാവാം, അല്ല തൊട്ടടുത്ത ഇന്റർകോഴ്സ് തന്നെ അത് ശരിയാവും. പക്ഷെ ചെറിയൊരു വാർണിംഗ് ബോഡി തരും. രണ്ടാമത്തത്, ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ പ്രീമച്വർ ഇജാക്കുലേഷൻ നിർബന്ധമായിട്ടുണ്ടാവും. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ തന്നെ ഉദാഹരണക്കുറവ് തന്നെ, ഇല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ വരും. തുടർച്ചയായി കൊണ്ടുവരും, കണ്ടിന്യൂസ് അല്ലാതെ തുടർച്ചയായി കൊണ്ട് തന്നെ വരും. മോർണിംഗ് ഉണ്ടാവുന്ന ഇറക്ഷൻ ചില സമയങ്ങളിൽ ഇല്ലാതിരിക്കുക. പിന്നെ ടോട്ടലി നമ്മുടെ ആ ഒരു ജെനിറ്റൽ ഏരിയയിൽ, അതായത് ഗുഹ്യഭാഗങ്ങളിൽ പിന്നെ ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ, ബോഡിയിൽ മൊത്തം ഒരു ക്ഷീണം, ഒരു സെക്സിനോട് തന്നെ താല്പര്യമില്ലാത്ത അവസ്ഥ, പതിയെ സെക്സും അല്ലെങ്കിൽ ഇന്റർകോഴ്സിനെ കുറിച്ചുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. മൂന്നാമത്തേതുള്ളത്, ഈ പറഞ്ഞ ഫസ്റ്റും സെക്കൻഡും സ്റ്റേജ് നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ആണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് സ്റ്റേജസ് വളരെ കൃത്യമായിട്ട് പറയണത്. മൂന്നാമത്തുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥ, വളരെ റെയർ ആയിക്കൊണ്ട് മാത്രം ബന്ധപ്പെടാൻ പറ്റുന്നൊരവസ്ഥ. നേരത്തെ പറഞ്ഞതിന് പകരമായിക്കൊണ്ട് എന്ത് ചെയ്യാണ്, നേരത്തെയൊക്കെ പറഞ്ഞത് വളരെ റെയർ ആയിക്കൊണ്ട് ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ്, ഉദാഹരണം ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ബന്ധപ്പെടാൻ, ഇപ്പം പങ്കാളിയുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ തീരെ പറ്റാത്തൊരവസ്ഥ. ഇത് ക്രോണിക് സ്റ്റേജാണ്. ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസവും ബുദ്ധിമുട്ടുകളാണ്. അപ്പം മേൽപ്പറഞ്ഞ 3 സ്റ്റേജസുകളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, EDയുടെ ഫസ്റ്റും സെക്കൻഡും സ്റ്റേജും ഐഡന്റിഫൈ ആണെങ്കിൽ ED നമുക്ക് വളരെ എളുപ്പം തന്നെ മെഡിസിൻസിന്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ താഴെ പറയുന്ന ചില കാര്യങ്ങളും ഫുഡും ഡയറ്റും എക്സസൈസും ചെയ്യുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ക്രോണിക് ആണെങ്കിൽ
നിർബന്ധമായിട്ടും വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. എത്രയും പെട്ടെന്ന് തേടുന്നു അത്രത്തോളം എഫക്റ്റ് ആയിരിക്കും ഇറക്ടൈൽ ഫംഗ്ഷന്റെ കേസുകൾ. ഇനി എന്താണ് ഇറക്ടൈൽ ഫംഗ്ഷന്റെ കാരണം എന്ന് പരിശോധിക്കാം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്റെ EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഇപ്പം പുതിയ റിസർച്ച് അനുസരിച്ച് മെഡിറ്ററേനിയൻ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം കാർബൺ കട്ട് ചെയ്ത്, അതായത് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് EDയുടെ പ്രശ്നം ഒരു 35% മാറ്റം കണ്ടുവരുന്നുണ്ട്. കാരണം എന്താണ്? മെഡിറ്ററേനിയൻ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ്, പ്രോട്ടീൻ റിച്ച് കൂടുതലാണ്. അപ്പം അത് ബ്ലഡ് സർക്കുലേഷനെയും അതുപോലെ തന്നെ നൈട്രിക് ആസിഡിന്റെ അളവും ടെസ്റ്റോസ്റ്റിറോണിന്റെ ആക്ടിവിറ്റീസും വളരെ വർദ്ധിപ്പിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ജീവിത ശൈലിയിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും പ്രോട്ടീൻ റിച്ച് ആക്കുകയും ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ EDയുടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് കാരണം ചില എക്സസൈസുകൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ. നമ്മൾ ED എന്നുള്ളത് കേവലം നമ്മുടെ സെക്ഷൽ പ്രോബ്ലംസ് മാത്രമല്ല. പുതിയ റിസർച്ച് അനുസരിച്ച് ED കണ്ടുവരുന്ന പേഷ്യൻസിൽ ഒരു 30 to 35% ഹാർട്ട് അറ്റാക്കിന് കാരണമുണ്ടെന്നാണ്. കാരണം EDയുടെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്തൊരവസ്ഥ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, അതായത് പ്രൈവറ്റ് പാർട്ടിലെ നെർവ്സിൽ മാത്രമല്ല, ഓൾ ഓവർ ദ ബോഡിയിൽ കൃത്യമായ രൂപത്തിലുള്ള രക്തയോട്ടത്തിന്റെ കുറവാണ് EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇത് സ്വാഭാവികമായിട്ടും ഹാർട്ടിന്റെ പ്രശ്നത്തിന് കാരണമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ED എന്നുള്ളത് കേവലം ലൈഫിന്റെ വിഷയമാണ്, പേഴ്സണൽ ഇഷ്യൂ മാത്രമല്ല, നമ്മളെ ഈ പറഞ്ഞ അറ്റാക്ക് പോലെയുള്ള അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസിലേക്ക് പോലും നയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നീട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവുള്ള വ്യക്തികൾ, നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോണിൻ്റെതും അതുപോലെ തന്നെ എൻഫോമിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോണിൻ്റെ ഒക്കെ അളവ് വളരെ കുറവാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള വ്യക്തികൾക്ക്. തുടർച്ചയായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന മിനിമം പെർ ഡേ ഒരു 1 hour ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് EDയുടെ പ്രശ്നങ്ങൾ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ED എന്ന് പറയുന്നത്, ഇറിറ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് കേവലം വേറൊരു അസുഖങ്ങൾ പോലെ മെഡിസിൻ കഴിച്ച് മാറ്റാമെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. കാരണം അത് കൃത്യമായിട്ടുള്ള വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളും വളരെ നിർബന്ധമാണ്. ഇത് മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? EDയുടെ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അറ്റാക്കും കാർഡിയാക് അറസ്റ്റും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. നാലാമത്തെ ഒരു കാര്യമാണ് സ്ട്രെസ്സും EDയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം പുതിയ റിസർച്ചുകളും ഒരുപാട് അനുസരിച്ച് ഈ പറഞ്ഞ സ്ട്രെസ് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ EDയുടെ പ്രയാസം അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ കുറയുന്നതായിട്ടോ കൃത്യമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെസ് കുറയാനുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പം ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണ് അതിൻ്റെ കോഴ്സ് കണ്ടെത്തിയിട്ട് അത് മാറിയിരിക്കുക, അല്ലെങ്കിൽ യോഗ അതുപോലെ ചെയ്തിട്ട് സ്ട്രെസ് കുറക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തേതാണ് നമ്മുടെ സ്ലീപ്പ്. നേരത്തെ പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ഏറ്റവും പ്രശ്നം, ഇത്രയും കാലം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? ടോട്ടലി ചേഞ്ച് ആയി, ഫുഡുകൾ മാറി, ജങ്ക് ഫുഡ് ഓവറായിട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് EDയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ കൃത്യമായ സമയത്തുള്ള ഉറക്കം നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. നേരത്തെ ഉറങ്ങുകയും ഒരു 10 മണിയുടെ മുമ്പ് ഉറങ്ങുകയും മോർണിംഗ് എഴുന്നേൽക്കുകയും അതുപോലെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഏറ്റവും ബെസ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ട് EDക്ക് പറഞ്ഞത് സൈക്ലിംഗ് ആണ്. നിങ്ങൾ റെഗുലർ ആയിട്ട് സൈക്ലിംഗ് ചെയ്യുന്നതാണെങ്കിൽ, നമ്മൾ 6 months തുടർച്ചയായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ED പൂർണ്ണമായിട്ടും റിവേഴ്സിബിൾ ആണെന്നുള്ളത് വ്യത്യസ്തമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മെഡിസിൻസ് കഴിക്കുന്നതിന് പുറമെ, മെഡിസിൻസ് കഴിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് സൈക്ലിംഗ്. ഈ സൈക്ലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ ബോഡിയിലുള്ള എൻഡോ ബ്ലഡ് വെസൽസും സർക്കുലേഷൻ കംപ്ലീറ്റ് പ്യുവർലി ഒരു ബ്ലോക്കേജും ഇല്ലാതെ മാറി കിട്ടും. സ്റ്റാർട്ടിങ് നേരത്തെ പറഞ്ഞ 6 months തുടർച്ചയായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ED റിവേഴ്സിബിൾ ആയിട്ട് ഒരുപാട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കാരണങ്ങളും കണ്ടെത്തുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടായിരിക്കും ED വന്നിട്ടുണ്ടാവുക. അത് നമുക്ക് കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ കാരണം മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് ED വന്നിട്ടുള്ളതെന്ന്. ഇനി EDക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് 1st or 2nd സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പഴകിയതാണെങ്കിൽ ഒരു മെഡിക്കൽ അഡ്വൈസ് തേടിക്കൊണ്ട് മെഡിസിൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് വേണ്ടി ഇനി നമുക്ക് ഫലപ്രദമായിട്ട് എങ്ങനെ വീട്ടിൽ വെച്ച് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കാൻ നോക്കാം.
ഇതിനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് 3 അത്തിപ്പഴം. ഇത് റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ബെറീസും നിർബന്ധമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. ഈ 2 രൂപത്തിൽ, അതായത് ഒരു പ്രത്യേകതരം ജ്യൂസും അതോടൊപ്പം തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്ന പ്രത്യേകതരം പാൽ മിക്സും കഴിക്കുന്നതോട് തന്നെ ഒരുവിധം ഇറിറ്റേൽ ഡിസ്ഫങ്ഷനും പ്രീമച്ചുർ ഇജാക്കുലേഷനും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് രാവിലെ കഴിക്കുന്ന ജ്യൂസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒരു 1/3 ഓഫ് ഒണിയനും അതിൻ്റെ ജ്യൂസ് ഡെയിലി ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് ജ്യൂസ് പ്രിപ്പയർ ചെയ്യും. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ 2 മാസം നിർബന്ധമായിട്ട് കഴിക്കുക. ഈ രൂപത്തിൽ കഴിക്കുന്നവരുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വർദ്ധിക്കുകയും ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷനും നെർവസ് ബ്ലോക്കേജും ക്ലിയർ ചെയ്യുകയും ചെയ്യും. സർക്കുലേഷൻ ക്ലിയർ ചെയ്യും. അതുപോലെ ഹോർമോണൽ ബാലൻസ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ ED വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പാല്. ഒരു ഗ്ലാസ് പാലിന് ഏറ്റവും ബെറ്റർ ആട്ടും പാലാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പശുപാൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് തിളപ്പിച്ച പാലിൽ 1 നുള്ള് കുങ്കുമവും അതോടൊപ്പം തന്നെ 1 നുള്ള് ജാതിക്ക പൗഡറും ചേർത്ത് 2 മാസം കഴിക്കുക. 2 മാസം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് കാണാവുന്നതാണ്. മേൽപ്പറഞ്ഞതോടൊപ്പം തന്നെ ജീവിതശൈലിയും അതോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമവും EDക്ക് പൂർണ്ണമായിട്ടും അത്യാവശ്യമാണ്. പറ്റുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഉറക്കും ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞ അത്തിപ്പഴം ഡെയിലി കഴിക്കുന്നതോട് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒരുവിധം ക്ലിയർ ആയി കിട്ടും. ഈ പറഞ്ഞ ജ്യൂസും രാത്രി പാലും കുടിക്കുകയും അതോടൊപ്പം അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ED വളരെയധികം എഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം. നന്ദി.